ജർമ്മനി കൊള്ളാം. ഇപ്പൊ അത്ര പോരാ. പറഞ്ഞുതരാം. ജർമ്മനിയിലെ സോഷ്യൽ സെക്യൂരിറ്റിയെ പറ്റി ചോദിക്കുമ്പോ ഇതുവരെ ഭയങ്കര അഭിപ്രായമൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവനവന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിലൊരു മറിച്ചൊരു അഭിപ്രായം വരുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജർമ്മനിയിൽ എത്തിയപ്പോൾ ഞങ്ങൾ പഴയ പോലെ നടക്കാൻ പോയൊരു സ്ഥലത്ത് സാധാരണ ചെയ്യുന്ന പോലെ വണ്ടി പാർക്ക് ചെയ്യുന്നു, സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ പോകും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് രണ്ടുപേരെ കാണുന്നതും ഈ രണ്ടുപേരെ ഒരു സഹായം ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതും. സഹായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്നത് ഇവരുടെ ലാംഗ്വേജിലാണ്. ജർമ്മൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ ഇവർ മൊബൈലിൽ എന്തോ കാണിക്കാൻ നോക്കുന്നു. ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് അതിലൊരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. സോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്നിറങ്ങിയ ജർമ്മനി അല്ല ഇന്നലെ ഞങ്ങൾ കണ്ട ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ആരെയും സഹായിക്കേണ്ടെന്നല്ല, പക്ഷെ സിറ്റുവേഷൻ നോക്കിയിട്ടും സാഹചര്യം നോക്കിയിട്ടും ആൾക്കാരെ നോക്കിയിട്ടും മാത്രം സഹായിക്കാൻ നിൽക്കുക. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സജഷനാണ്.